രണ്ട് കാര്യമേ പറയാനുള്ളൂ. ഫസ്റ്റ് വൺ, ഐബനെ വല്ല ആങ്കർ മാനേജ്മെന്റ് ക്ലാസ്സിലും ചേർക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാവശ്യമില്ലാത്ത റെഡ് കാർഡ്. പഞ്ചാബിനേറ്റവും കിട്ടിയ റെഡ് കാർഡ് അപ്പീൽ ചെയ്ത് റിവേഴ്സ് ചെയ്തിട്ടാണ് ഈ ചെങ്ങായി ഒഡീഷക്കെതിരെ കളിക്കേണ്ടത്. എന്നിട്ട് 30 മിനിറ്റ് പോലും തയ്ച്ചില്ല, അപ്പോത്തിന് റെഡ് കാർഡ് വാങ്ങി കേറിപ്പോയി. രണ്ടാമത്തെ കാര്യം, 60 മിനിറ്റിന്റെ മേലേക്ക് 1 മാൻ ഡൗൺ ആയി കളിച്ചിട്ട് പോലും നോർത്ത് ഈസ്റ്റിനെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഓരോ പ്ലെയറും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ കളിച്ചു. എക്സ്പെഷ്യലി നമ്മുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ ആൻഡ് ലൈൻ അടിപൊളിയായിരുന്നു. ഓവറോൾ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ആൻഡ് 2025 സ്റ്റിൽ അൺബീറ്റൺ. ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് എടുത്ത് തന്നെ പറയേണ്ടതുണ്ട്. അതിലെ ഫസ്റ്റ് വൺ, സച്ചിൻ സുരേഷ്. ആളുടെ മിസ്റ്റേക്കിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറെ പറയാറുണ്ട്. അതേപോലെ തന്നെ ആള് നന്നായിട്ട് കളിക്കുമ്പോൾ നന്നായിട്ട് കളിച്ചു എന്ന് തന്നെ പറയണം. കാരണം പല ഒക്കേഷൻസിലും ആള് നമ്മളെ ഇന്നലെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൗരു സിംഗ്, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നൗ. ഫാൻസ് ആൾക്ക് ഹൈപ്പ് കൊടുക്കുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നൗ. നിങ്ങൾ കാരണം ഞാൻ മാച്ചസ് ശരിക്ക് കാണലില്ല. ഇന്നലെയാണ് മര്യാദക്ക് ഈ ചെക്കൻ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആള് ഗൈസ് റെഡ് കാർഡ് കിട്ടിയിട്ട് ആള് റൈറ്റ് ബാക്കിലാണ് കളിച്ചത്. അവിടുന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ല ഗൈസ്. സീരിയസ്ലി ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുക, ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മാച്ച് മൊത്തം ചെക്കൻ കളിച്ചു. നോവ, ലൂന ഇവരൊക്കെ അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ട്. ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട്, ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഞാൻ ഇന്നലെ കണ്ട ഒരു പ്രോബ്ലം എന്നല്ല, ഒരു ഇഷ്യൂ എന്നുള്ളത്, നോവ ആൻഡ് ലൂണ അവർ ആക്ച്വലി സെയിം വൈബിലല്ല. എക്സ്പെഷ്യലി ഒരു മൊമെന്റ് മാച്ചിൽ ഉണ്ടായിരുന്നു. നോവ റൈറ്റ് വിങ് നിന്ന് ബോൾ എടുത്ത് ഇൻസൈഡിക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ വരിക കേട്ടോ. ലൂണ അവിടെ ഉണ്ട്. ലൂണ ആ ഒരു ബോൾ ഇങ്ങനെ 1 ടച്ചിന് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക. പക്ഷേ നോ പാസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ലൂണനെ ചുറ്റിയാണ്ടൊക്കെ ആൾ പോകുന്നുണ്ട്. ലൂണ ഓൾമോസ്റ്റ് നോവനെ ഫൗൾ ചെയ്യുന്ന സിറ്റുവേഷൻ എത്തി. ആൻഡ് ആ ഒരു സമയത്തുള്ള ലൂണന്റെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം അവർ തമ്മിൽ ആ ഒരു സിങ്ക് ഇപ്പോഴും ആയിട്ടില്ല. ഐ മീൻ പേഴ്സണലി ഇഷ്യൂ ഉണ്ട് എന്നല്ല, പിച്ചിലെത്തുമ്പോൾ നോക്ക് ഫുൾ ടൈം പന്ത് ആളുടെ കാലുമ വേണം. പാസ് ഇട്ട് കൊടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ലൂണക്ക് 1 ടച്ചൊക്കെ കളിച്ച് മുന്നിക്ക് പോയാലേ ആ ഒരു പഴയ ലൂണ, ആ ഒരു അസിസ്റ്റ് ഗോളൊക്കെ തരുന്ന ലൂണനെ നമുക്കും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട്. ഓൾസോ പെപ്ര ടീമിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് അത് കണ്ടില്ല എന്ന് നടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ആള് സൈൻ ചെയ്ത അന്ന് തൊട്ട് ആളുടെ പെർഫോമൻസ് പോരാ, ആളെ ഒഴിവാക്കണം, KBFC ആളെ ഒഴിവാക്കുക എന്നുള്ള ടൈപ്പ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹി ഈസ് ട്രൈയിങ് ഹിസ് ബെസ്റ്റ്. അതിനിടയിൽ നമ്മുടെ ന്യൂ ഫോറിൻ പ്ലെയർ ലെഗറ്റോറിന്റെ ഡെബ്യൂവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആളുടെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ, ഇറ്റ് വാസ് എ ഫൗൾ. നൈസ്. എനിവേ, KBFCയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് എൻഡ് ഗെയിം ആണ്. ഓൾറെഡി നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടേറിയ ഒരു സിറ്റുവേഷനിലാണെന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഫിക്സേഴ്സും നമുക്ക് ഇച്ചിരി ടഫാണ്. പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യാൻ കഴിയായൊന്നുമില്ല. ബട്ട് ഇന്നലെ കണ്ട ആ ഒരു സെയിം ഫൈറ്റിംഗ് സ്പിരിറ്റ്, ആ ഒരു ഞങ്ങൾക്ക് പോയിന്റ് വേണം, ഞങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ പ്ലേയേഴ്സ് കളിച്ചാൽ നടക്കായികൊന്നുമില്ല. അതുപോലെ തന്നെ KBFCയെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ആ ഒരു ന്യൂസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൊബേര, ബൂമൂസ്, ബ്ലാ ബ്ലാ ബ്ലാ. ആ ഡ്രീംസൊക്കെ ഒഴിവായിക്കോളി. അങ്ങനൊന്നും നടക്കാൻ പോണില്ല. കാരണം ഒഡീഷയോടൊപ്പം ലൊബേരയ്ക്ക് ഇനിയും കോൺട്രാക്ട് ഉണ്ട്. പ്രത്യേകിച്ച് KBFCയും ലൊബേരയും തമ്മിൽ ഡിസ്കഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് മാർക്കസ് മെഗുല്ലോ പറയുന്നത്. CR7 പറഞ്ഞ പോലെ ആരും ഡ്രീം ചെയ്യണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നോളി. നെക്സ്റ്റ് അപ്പ്, പ്രീമിയർ ലീഗ്. ആഴ്സണൽ 2 ഗോളിന്റെ ലീഡ് എടുത്തതിന് ശേഷം 2 കൺസീഡ് ചെയ്തിട്ട് ആസ്റ്റൺ വില്ലക്കെതിരെ ബോട്ടിലെതിരിക്കുകയാണ്. അതേസമയം ലിവർപൂൾ 90 മിനിറ്റ് വരെ 0-0 നിന്നിട്ട് 2 ഗോൾ അടിച്ചു 90+ മിനിറ്റ്സിൽ. അതും ഡാർവിൻ നൂനസ്. ബേസിക്കലി ആഴ്സണൽ പ്രത്യേകിച്ചൊന്നും ഈ ഒരു സീസണിൽ ഇനി എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. ലിവർപൂൾ തന്നെ കപ്പടിക്കും. ആഴ്സണലിന് ഇങ്ങനെ ഇപ്പൊ കിട്ടൂല അത്രേ ഉള്ളൂ. ഈ സീസണിലെ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് റണ്ണാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെത്. അതേപോലെ തന്നെ അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്ന മറ്റൊരു ക്ലബ്ബാണ് ബോൺമൗത്ത്. കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ക്ലൂവേർട്ടിന്റെ ഹാട്രിക്കില് ന്യൂ കാസിലിനെ അവർ പൊട്ടിച്ചു. അതായത് അവരിപ്പോ കറന്റ്ലി ലീഗിൽ 6th, 5ാം സ്ഥാനത്ത് ചെൽസി, 4ാം സ്ഥാനത്ത് ന്യൂ കാസിൽ. അതായത് എന്റെ ജിങ്സിനെ മറികടന്ന് ഈ ഒരു ടൈപ്പ് പെർഫോമൻസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞ
അടുത്ത സീസണിൽ ഓരും UCL ഉണ്ടാവും. ലാലിഗയിലെ എഗെയിൻ റയൽ മാഡ്രിഡിന് ലീഗ് ലീഡേഴ്സ് ആവാനുള്ള ഒരു ചാൻസ് വന്നിരിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ലെഗനസിനെതിരെ 1-0 തോറ്റു. ഗ്രീസ്മാൻ പെനാൾട്ടി മിസ്സാക്കി. ഹോൾ ദാറ്റ്. ബാർസലോണ 1-1 മാച്ച് ഡ്രൂ ആയി. ഓഫ് കോഴ്സ് റെഫറി അത് ഇത് പെനാൾട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ചുരുക്കി പറഞ്ഞ റയൽ മാഡ്രിഡ് ലാസ് പാൽമാസിനെതിരെ ജയിച്ച അവരായിരിക്കും ഇനി ലാലിഗ ലീഡേഴ്സ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, റയലിനെ 5-2 പൊട്ടിച്ച ടീമാ ബാർസലോണ. അവർക്ക് 78% പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഒറ്റങ്ങളായിട്ടും ജയിക്കാൻ വയ്യേ. അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങൾ കമന്റ് ചെയ്യുക. വിഷ്വൽ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.